നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ വാക്കുകൾ. അടിമത്തം, പാരതന്ത്ര്യം മരണത്തെക്കാൾ ഭീതി ജനിപ്പിക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നതാണ് ഏതൊരു പൗരന്റെയും അടിസ്ഥാന അവകാശം. ഒരു രാജ്യത്തിന്റെ എല്ലാ പൗരരും അടിമത്തത്തിന്റെ ഇരകളാകാതെ ജീവിക്കാനുള്ള അവകാശം അത് നേടിയിട്ട് ഇന്ന് 79 ആണ്ട് തികയുന്നു. ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണയുന്നു. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിലാണ് രാജ്യം. എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. 79 വർഷങ്ങൾക്കിപ്പുറം നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രാജ്യം കടന്ന കടമ്പകൾ ഏറെ, എത്തിപ്പിടിച്ചത് വൻ നേട്ടങ്ങൾ. പല കാലങ്ങളായി ഇന്ത്യൻ മണ്ണിൽ കുടിയേറിയ വൈദേശിക ശക്തികളോട് പോരാടി പൊരുതി നേടിയ ജയം. അർദ്ധനഗ്നനായ ഫക്കീർ സമരമുഖത്തേക്കിറങ്ങി നിരായുധ പോരാട്ടം നടത്തി ഒരുപാട് പേർക്ക് ആവേശം പകർന്ന് പിന്നാലെ നിരവധി പേർ അണിചേർന്ന് ചോര നീരാക്കി നേടിയെടുത്ത വിജയം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിൽ ഒട്ടുമേ നിലച്ചിട എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് കേരളം ബ്രിട്ടീഷ് ജനതയോട് പൊരുതിയതും വിസ്മരിക്കാനാകില്ല. ഐക്യം, ദേശസ്നേഹം, സാമൂഹിക പുരോഗതി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകൾ എന്നിവ സ്മരിച്ചുകൊണ്ട് രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. എക്സിൽ അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി കഠിനാധ്വാനം ചെയ്യാമെന്ന് അദ്ദേഹം എക്സിലൂടെ കുറിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കാമെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തിയിരുന്നു. ചെങ്കോട്ടയിലെത്തിയ അദ്ദേഹം ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ഈ സ്വാതന്ത്ര്യദിനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയമായി കൂടി ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനം. അതീവ സുരക്ഷാ ക്രമീകരണമാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയതോടെയാണ് രാജ്യ തലസ്ഥാനത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രതിരോധ മന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സൈനിക മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വിവിധ മേഖലകളിൽ നിന്നായി 5000 ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഉള്ളത്. SC/ST ഹബ് ഗുണഭോക്താക്കൾ, ഗ്രാമമുഖ്യന്മാർ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകൾ എന്നിവരെല്ലാം ക്ഷണിച്ചിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യ തലസ്ഥാനം. 11,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 3000 ട്രാഫിക് പോലീസുകാരെയും നിയോഗിച്ചിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ ഡൽഹിയുടെ അതിർത്തികളെല്ലാം അടച്ചു. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. മെട്രോ ട്രെയിൻ രാവിലെ 4 മുതൽ സർവീസ് തുടങ്ങിയിരുന്നു. അതേസമയം നമ്മൾ ഇനി പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ അമിതമായി പോയി, അതായത് അതിർത്തി കടന്നുപോയി എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ വെടിവയ്പ് നടത്തി അബദ്ധത്തിൽ വെടിയേറ്റ് 3 പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. കറാച്ചിയിലെ വിവിധയിടങ്ങളിലായാണ് ഒരു പെൺകുട്ടി ഉൾപ്പെടെ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ആകാശത്തേക്ക് വെടിയുതിർത്ത് നടത്തിയ ആഘോഷത്തിൽ 60-ലധികം ആളുകൾക്ക് പരിക്കേറ്റുവെന്ന് റിപ്പോർട്ടുകൾ. കറാച്ചിയിലെ അസിസാബാദിലാണ് ഇത്തരത്തിലൊരു പെൺകുട്ടിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കോറങ്കി മേഖലയിലാണ് ആഘോഷം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് വെടിവയ്പുണ്ടായത്. ഈ ഒരു വെടിവയ്പിൽ സ്റ്റീഫൻ എന്ന ആൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. കറാച്ചി മേഖലയിൽ നിരവധി ആളുകൾ വെടിയേറ്റു. അവർക്ക് ചികിത്സയിലാണ്. ലിയാഖാത്താബാദ്, ലുയാരി, മെഹ്മൂദാബാദ്, അക്തർ കോളനി, കീമാരി, ബാൽദിയ, ഒറാങ്കി ടൗൺ, പാപോഷ് നഗർ തുടങ്ങിയ മേഖലകളിലെ ആഘോഷമാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമാകുന്ന ഒരു ദുരന്തം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവസാനിച്ചത്. എന്തായാലും വെടിവയ്പുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ നിന്ന് 20ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് തോക്ക്, വെടിയുണ്ട എന്നിവ പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ വർഷവും സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ വെടിവയ്പ് നടന്നിരുന്നു. 95 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. ഓഗസ്റ്റ് 14 പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യദിനം. ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം. എന്തായാലും ഇന്ത്യ കനത്ത സുരക്ഷയിലാണ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ ഒരു കനത്ത സുരക്ഷയും അതുപോലെ തന്നെ മുൻകരുതലുകളും ഒക്കെ സ്വീകരിച്ചിരുന്നു. എന്തായാലും അതീവ സുരക്ഷയിലാണെങ്കിൽ പോലും രാജ്യം സ്വാതന്ത്ര്യത്തോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും NCC, സ്കൗട്ട് എന്നീ വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് ശേഷം വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ മുഖ്യമന്ത്രി സമ്മാനിക്കും. മറ്റ് ജില്ലകൾ
ജില്ലകളിലെ ആഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആസൂത്രണത്തിലും നിർവഹണത്തിലും ഉൾപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യം ആദരമർപ്പിക്കുകയാണ്. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കടന്നുപോയത് വലിയൊരു യുദ്ധമുനമ്പിൽ കൂടിയാണ്. യുദ്ധമുനമ്പിലേക്ക് ഇപ്പോൾ കടക്കുമെന്ന് നമ്മൾ പലപ്പോഴും കരുതി. ഭയമായിരുന്നു, ആശങ്കയായിരുന്നു, ഒരുപാട് വേവലാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധമെന്ന തലത്തിലേക്ക് കടക്കാതെ ആ പോരാട്ടം അവസാനിച്ചു. പാകിസ്ഥാന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി. നമ്മുടെ രാജ്യം എത്രത്തോളം ശക്തി നേടിയിരിക്കുന്നു എന്ന ഒരു തെളിവായി അത് മാറുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറും അതുപോലെ തന്നെ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണവും നമുക്ക് മറക്കാൻ കഴിയില്ല. അതിൻ്റെ എല്ലാം വേദനയോടെയാണ് നമ്മൾ ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ആയിരിക്കുന്നത്. എങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യം തന്നെയാണ്. പാകിസ്ഥാന്റെ ഭീകര സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച 9 വ്യോമസേനാ പൈലറ്റുമാർക്കും S-400 വ്യോമ പ്രതിരോധ സംവിധാനം കൈകാര്യം ചെയ്തവർക്കും സേനാ മെഡൽ നൽകും. വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി, വ്യോമസേന ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ അവധേഷ് കുമാർ ഭാരതി, സൈന്യത്തിന്റെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ്, വടക്കൻ കരസേന കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ, സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിന്റെയും വെസ്റ്റേൺ എയർ കമാൻഡിന്റെയും തലവൻ എയർ മാർഷൽ നാഗേഷ് കപൂർ, എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര, പശ്ചിമ നാവിക കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായിരുന്ന വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്തിത് സിംഗിനും സേനാ മെഡൽ കിട്ടി. മലയാളി വൈസ് അഡ്മിറൽ AN പ്രമോദിന് യുദ്ധ് സേവാ മെഡൽ കിട്ടിയിട്ടുണ്ട്. നാവികസേനയുടെ സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് വൈസ് അഡ്മിറൽ തരുൺ സോപ്തിക്കും സേനാ മെഡൽ കിട്ടിയിട്ടുണ്ട്. സായുധ സേനയ്ക്കും കേന്ദ്ര സായുധ പോലീസ് സേനാംഗങ്ങൾക്ക് 127 ധീരതാ അവാർഡുകളും 40 വിശിഷ്ട സേവന അവാർഡുകളുമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. പല കാലങ്ങളായി ഇന്ത്യൻ മണ്ണിൽ കുടിയേറിയ വൈദേശിക ശക്തികൾ, അവരോടെല്ലാം പോരാടി ഒടുവിൽ ഇന്ത്യയെ ഇപ്പോൾ വിഴുങ്ങുമെന്ന് കാത്തിരുന്ന ബ്രിട്ടനെ വരെ പരാജയപ്പെടുത്തി ഇന്ത്യ നേടിയെടുത്ത ആ വിജയം, അതിൻ്റെ നേട്ടം, അതിൻ്റെ ആ ഒരു മധുരമൊക്കെ നമ്മൾ ഇന്ന് നുണയുകയാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ അധിപന്മാർ ഇന്ത്യ ഭരിച്ചത് നീണ്ട 2 ശതാബ്ദമായിരുന്നു. എലിസബത്ത് യുഗത്തിലെ രാജവാഴ്ചയുടെ നിഴലുകൾ പിൻപറ്റിയുള്ള വിവിധ നിയമങ്ങൾ അത് അടിമ രാജ്യങ്ങളും ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അത് ഇന്ത്യയിലും പല നിയമങ്ങളും അത്തരത്തിൽ നടപ്പിലായിട്ടുണ്ട്. അതിനാൽ ജാതി വെറി കൊണ്ടും ചാതുർവർണ്ണയം കൊണ്ടും ജീവിതം ഇരുട്ടിലായിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് പോരാടുന്ന ജനതയായി മാറാനുള്ള ഊർജം അത് കിട്ടിയത് ബ്രിട്ടീഷുകാരോടുള്ള കൊടും പക കൊണ്ട് തന്നെയാണ്. എത്ര കാലമാണ് അടിമത്തത്തിലാക്കിയിരുന്നത്? അവരോട് പോരാടി അവരിൽ നിന്ന് സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നേടിയെടുക്കുകയായിരുന്നു. സമീപ വർഷങ്ങളിൽ ഐക്യം, ദേശസ്നേഹം, സാമൂഹ്യ പുരോഗതി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകൾ എന്നിവയായിരുന്നു സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം. ദേശീയ വികസനം, കൂട്ടായ ഉത്തരവാദിത്തം, ഇതിനെല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് ഈ വർഷത്തെ പ്രമേയം സമാനമായ മൂല്യങ്ങൾ പിന്തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.